ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. സാർ, ഇന്നലെ യു എസ് വിപണിയിലേക്ക് നോക്കുമ്പോൾ ഡൗ ജോൺസ് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. 42,299.64 എന്ന നില വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ആ ഒരു ഹൈ ലെവലിൽ നിന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മുന്നത്തെ ഒരു പാറ്റേൺ ഒക്കെ പരിശോധിക്കുമ്പോൾ ആ ഹൈ ലെവൽ നിലനിർത്തിക്കൊണ്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ഡൗ ജോൺസ് ക്ലോസ് ചെയ്തതെങ്കിൽ ഇന്നലത്തെ വ്യാപാരത്തിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട്. നാസ്ഡാക്കിലേക്ക് എത്തുമ്പോഴേക്കും ചിപ്പ് മേക്കിംഗ് കമ്പനികളുടെ മുന്നേറ്റം, പ്രത്യേകിച്ചും ഇന്നലെ എൻവിഡി അടക്കമുള്ള ഓഹരികൾ വളരെ 2% ഒരു നേട്ടത്തിലേക്കൊക്കെ കുതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പം മൈക്രോൺ 1% നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഒരു ചിപ്പ് മേക്കിംഗ് കമ്പനികളുടെ അല്ലെങ്കിൽ ഓഹരികളുടെ ഒരു പിൻബലത്തിൽ നാസ്ഡാക്കിന് ഒരു പോസിറ്റീവ് ടോൺ നിലനിർത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, അണ്ടർടോൺ അമേരിക്കൻ വിപണിയിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബോത്ത് ആർ വെരി വെരി ബുള്ളിഷ്. ബട്ട് ഇന്നലെ നമ്മൾ അമേരിക്കൻ പർട്ടിക്കുലർലി ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ സാധിച്ച 11 ദിവസത്തെ കുതിപ്പിന് ശേഷമായിരുന്നു നമ്മൾ അവസാന നിമിഷങ്ങളിൽ ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ നമുക്കിപ്പോൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ ലോ റിസ്ക് ആയിട്ട് പുതിയ ബൈങ് അവസരങ്ങൾ വളരെ വളരെ കുറവായിട്ട് കാണുന്നത്. ആ ഒരു മാർക്കറ്റിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 41,600 പോയിന്റിലാണ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അല്പം വ്യത്യാസമായിരുന്നു. കാര്യം നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു നേരിയ നേട്ടം നമുക്ക് കാണാൻ സാധിച്ചു. നാസ്ഡാക്ക് ഇൻഡെക്സ് അറ്റ് ദ മൊമെന്റ് 20,000 പോയിന്റിന്റെ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 250 മുതൽ 400 പോയിന്റിന്റെ ഗെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ക്രൂഡിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്കുണ്ടായ ഒരു നേട്ടത്തിന് നേരിയൊരു കോട്ടം തട്ടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. $70, പ്രത്യേകിച്ചും WTI ക്രൂഡ് $70 എന്നൊരു നിലയാണ് ഇപ്പോൾ കൈവിട്ടിരിക്കുന്നത്. നിലവിൽ ഒരു നേരിയൊരു ഫ്ലാറ്റിഷ് ടോണിലാണ് WTI ക്രൂഡിൽ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 69.75 എന്ന നിലയിൽ വ്യാപാരം പുരോഗമിക്കുമ്പോൾ ബ്രെന്റിന്റെ ഫ്യൂച്ചേഴ്സിലും സമാനമായിട്ട് വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിച്ചു. ദാറ്റ് വാസ് ഓൺ അക്കൗണ്ട് ഓഫ് ഷോർട്ട് കവറിംഗ്. സോ ആ ഒരു റിക്കവറിയെ തുടർന്നിട്ട് പോലും നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. ക്രൂഡിന്റെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 68 ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് $73. 68ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആ ലെവലിൽ നിന്ന് $3 വീഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം 73ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $3 മുതൽ $6 നേട്ടം ക്രൂഡിന് നൽകാൻ സാധിക്കും. സ്വർണത്തിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് സ്വർണത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതലും ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ഒരു ഏർലി ട്രേഡേഴ്സിന്റെ വ്യാപാരം പരിശോധിക്കുമ്പോൾ 2,678.9 മുതൽ 2,685 എന്നൊരു നിലയിലാണ് ഈ നിമിഷം വരെയുള്ള ഒരു ഗോൾഡിന്റെ ഒരു വ്യാപാരം അല്ലെങ്കിൽ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മളൊരു ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $2,670 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും നിഫ്റ്റി 50 ഇന്നലെയും പതിവ് തെറ്റിക്കാതെ തന്നെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 26,032.8 എന്ന നിലയാണ് പുതിയൊരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 26,000 എന്നൊരു മാർക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനും നിഫ്റ്റി 50ക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് ഡേയിൽ സാധിച്ചിരുന്നു. 0.25% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 26,004.15 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടുള്ള ലെവലുകൾ ഏതൊക്കെ? So Nifty 50 undertone continues to be very very bullish, but Nifty നമ്മളെ ഓവറോൾ മാർക്കറ്റ് പരിശോധിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനുള്ള അവസരങ്ങൾ വളരെ വളരെ കുറവായിട്ട് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ നല്ല സ്റ്റോക്സും ഒത്തിരി കയറിപ്പോയി. സോ അറ്റ് ദിസ് മൊമെന്റ് നമ്മുടെ സ്ട്രാറ്റജി വന്നിട്ട് നമുക്കൊരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് പ്രൊട്ടക്ഷൻ ആയിരിക്കണം നമ്മളൊരു സ്ട്രാറ്റജി. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 25,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കും.
ആൻഡ് അപ്സൈഡ് ലെവലിലോട്ട് നോക്കുമ്പോഴേക്കും 26,300 പോയിന്റ് ആയിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. നിഫ്റ്റി ബാങ്കിനെ കൂടി വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നേട്ടം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടുള്ള 53,700 അല്ലെങ്കിൽ ആ ഒരു 800 വരെയൊക്കെ റേഞ്ചിൽ ഇടിയുന്നൊരു സ്ഥിതിയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഒരു അവസാനം പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞൊരു സെഷനിലേക്കൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു റിക്കവറി കാണുകയും ഒടുവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.25% നേട്ടത്തോടു കൂടി 54,101.65 എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഒരു മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. അതിന്റെ ഒരു വോളറ്റിലിറ്റി നമുക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒത്തിരി ആഴ്ചകളുടെ ഒരു അണ്ടർ പെർഫോമൻസിന് ശേഷം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് പർട്ടിക്കുലർലി HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ആൻഡ് ആക്സിസ് ബാങ്കിൽ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഈ സ്റ്റോക്സിലൊക്കെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇപ്പൊ ഇനി ശ്രദ്ധിച്ചിരിക്കുന്നത് മെഞ്ഞാന്ന് നമുക്ക് കാണാൻ സാധിച്ച ഓൾ ടൈം ഹൈ ലെവൽ 54,247. എന്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 54,600 പോയിന്റിലായിരിക്കും. നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിപ്പോ ഇരിക്കേണ്ടത് പല ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് പർട്ടിക്കുലർലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ അത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. ഇന്നലെ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആക്സിസ് ബാങ്കിൻ്റെതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫോറത്തിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു HDFC ബാങ്കും ICICI ബാങ്ക് ഓഹരികളിലും ഒക്കെ ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ ആക്സിസ് ബാങ്കിൽ കാര്യമായിട്ടൊരു ചലനം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലത്തെ ഒരു വ്യാപാരത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നിഫ്റ്റി ബാങ്കിന് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ ഒരു ഓഹരിയായി മാറിയത് ആക്സിസ് ബാങ്ക് ഓഹരികൾ തന്നെയായിരുന്നു. ഏകദേശം 2% നേട്ടം രേഖപ്പെടുത്താൻ ആക്സിസ് ബാങ്കിനെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു ജൂലൈ 25 ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ലൊരു തിരിച്ചൊരു ബൈയിങ് ഇൻഡസ്ട്രി ഒരു ഓഹരിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു മൂവ്മെന്റിനെ തുടർന്ന് നമുക്ക് താമസിക്കാതെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ഓൾ ടൈം ഹൈ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള ഓൾ ടൈം ഹൈ നമുക്ക് ജൂലൈ 12 നൽകിയ 1,339 രൂപയിൽ. സോ ലോങ് പൊസിഷൻസ് ഓൾറെഡി കൈവശമുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനൊപ്പം തന്നെ മറ്റൊരു ഓഹരിയായിട്ടുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.9% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ജൂലൈ 12 രേഖപ്പെടുത്തിയ ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു കറക്ഷനാണ് നമുക്ക് ഈ ഒരു ഓഹരിയിൽ കഴിഞ്ഞൊരു 2 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ചും സെപ്റ്റംബർ 16 ശേഷം വീണ്ടും ഈ ഒരു ഓഹരിയിൽ നമുക്കൊരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷനുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നമുക്ക് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇമ്മീഡിയറ്റ് ട്രിഗർ നമുക്ക് കാണാൻ സാധിക്കുന്നത് 272 രൂപ. 272ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 റെസിസ്റ്റൻസ് ലെവൽ 280, 290, 300. സോ ആ ഒരു ട്രിഗർ ശ്രദ്ധിച്ചിരിക്കുക. ഐ തിങ്ക് ഇറ്റ്സ് എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. ഒപ്പം തന്നെ ബാർബിക്യൂ നേഷൻസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ബാർബിക്യൂ നേഷൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ബാർബിക്യൂ നേഷൻസ് ആദ്യം തന്നെ ഒരു സ്മോൾ മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ആൻഡ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ബ്രോഡർ മാർക്കറ്റിനെ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 1-2 മാസത്തിനിടെ ഗ്രാജുവൽ ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 662 രൂപയിൽ.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് ഒരു 10% നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റിൽ നിന്നുള്ള നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു ഓഹരിയാണ് ഏഷ്യൻ എനർജി സർവീസസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓഹരിയെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം 1.5% ഒരു നേട്ടം രേഖപ്പെടുത്താനായിട്ട് ഏഷ്യൻ എനർജി സർവീസസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഓഗസ്റ്റ് 27 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നീട് ഒരു കറക്ഷനാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏഷ്യൻ എനർജി സർവീസസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ഏഷ്യൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ നമ്മൾ ഓർക്കണം. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. എങ്കിലും ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 370 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 385, 410 ഇത് രണ്ടും ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഏരിയാസ്. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അതിൽ ആദ്യമായി തോമസ് ജോൺ എന്ന പ്രേക്ഷകൻ ഐഡിയയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 3% ഇടിവിലായിരുന്നു ഐഡിയ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഐഡിയയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഐഡിയയിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ആൻഡ് ട്രേഡിംഗ് നമുക്ക് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കാണാനിടയായി. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാനോ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 9 രൂപ 90 പൈസയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്ലോസ് ഓൾ ലോങ് പൊസിഷൻസ്. യെസ്, ബാലഗോപാലൻ എന്ന പ്രേക്ഷകൻ കാർട്രേറ്റ് ട്രക്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 4% ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കാർട്രേറ്റ് ട്രക്കിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കാർട്രേറ്റ് ടെക് വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് 2021 ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഒത്തിരി സെല്ലിംഗ് നേരിട്ടൊരു സ്റ്റോക്ക് ആയിരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഒരു ലോങ് പൊസിഷൻ നിലനിർത്തുക. മറ്റൊരു പ്രേക്ഷകൻ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കിരൺ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. NFL ഉള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ NFL കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ 141 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. മറ്റൊരു പ്രേക്ഷകൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മിഷ സംഗീത് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2% ഒരു ഇടിവിലാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, IOB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക് മുതലായ സ്മോൾ ക്യാപ്പ് PSU ബാങ്ക്സിലൊക്കെ കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു ബോട്ടം ഫോർമേഷൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിൽ 61 രൂപ 60 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 63 ആയിരിക്കും. 63ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 65, അതിനെ തുടർന്ന് 66 രൂപ 50 പൈസ. യെസ്, മറ്റൊരു പ്രേക്ഷകൻ VST ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സിജു എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3% ഇടിവിലായിരുന്നു VST ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? VST ഇൻഡസ്ട്രീസ് അഗൈൻ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നുമില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ കണ്ട ഒരു സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ട്രൈ ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 360. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. മറ്റൊരു പ്രേക്ഷകൻ ടിറ്റഗർ റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 1% ഇടിവിലായിരുന്നു ടിറ്റഗർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്?
ടിറ്റാഗോ റെയിലിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്കിന് 1200 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ബട്ട് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. സ്റ്റോക്കിന്റെ രണ്ട് മേജർ റെസിസ്റ്റൻസ് ഇമീഡിയറ്റ് ആയിട്ട് കാണുന്നത് ആദ്യത്തെ 1360, രണ്ടാമത്തെ 1440. 1440 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് കൺഫേംഡ് ബുള്ളിഷ് ട്രെൻഡിലോട്ട് വഴിമാറും. യെസ്, മറ്റൊരു പ്രേക്ഷകൻ അവലോൺ ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുനിൽ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്, ഇടിവിൽ ക്ലോസ് ചെയ്ത ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ടെക്നോളജീസ് വീണ്ടും ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഓഗസ്റ്റിന് ശേഷം ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 610 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ബിന്ദു എന്ന പ്രേക്ഷക കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3% അടുത്ത് ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഈ 3 ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സിൽ നമുക്കൊരു പൊട്ടൻഷ്യൽ ടേൺ അറൌണ്ട് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ സ്റ്റോക്കിലൊക്കെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ 1818 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് 1880, അതിനെ തുടർന്ന് 1960, 2030, 2135. 2135 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. റഷീദ് എന്ന പ്രേക്ഷകൻ താജ് GVK ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു ഈ ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. താജ് GVKയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? താജ് GVKയിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. 340 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ട്രെൻഡ് റിവേഴ്സൽ നടക്കും. യെസ്, ഒന്നിലധികം പ്രേക്ഷകർ സ്വാൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരിയിൽ ഒരു ഇടിവിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2.5% ഇടിവിൽ ക്ലോസ് ചെയ്ത ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി സ്വാൻ എനർജിയുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. വളരെ വീക്കായിട്ടാണ് ഈ സ്റ്റോക്കിന്റെ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ദ ലോങ് പൊസിഷൻസ്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ജോയ് എന്ന പ്രേക്ഷകൻ ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഹാവൽസ് ഇന്ത്യ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാവൽസ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഹാവൽസ് ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1950 രൂപയിലായിരിക്കണം ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ തിരിച്ചൊരു റിക്കവറി ബൈങ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 2100, അതിനെ തുടർന്ന് 2030, അതിനുശേഷം 2170 രൂപ. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 1.5% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈസാഫിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈസാഫിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു പുതിയ ഓൾ ടൈം ലോ ലെവലായിരുന്നു കാണാൻ സാധിച്ചത്. ഈ സ്റ്റോക്ക് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക്. കഴിഞ്ഞ ആക്ച്വലി ഒരു 2-3 ആഴ്ചകളായിട്ട് ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ഒരു ടേൺ റൗണ്ട് നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ആ പ്രതീക്ഷ നടന്നിട്ടില്ല. അറ്റ് ദിസ് മൊമെന്റ് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 51 രൂപ 50 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് എന്ന പ്രേക്ഷകൻ സെൻ ടെക്നോളജീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 0.5% ഇടിവിലായിരുന്നു സെൻ ടെക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻ ടെക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സെൻ ടെക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു.
അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1560 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1760 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ തൻല പ്ലാറ്റ്ഫോംസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 2% ഇടിവിലായിരുന്നു തൻല ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൻല പ്ലാറ്റ്ഫോംസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ടെൻല പ്ലാറ്റ്ഫോംസിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സിജു എന്ന പ്രേക്ഷകൻ കല്യാൺ ജുവലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഇസ് നമ്മൾ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടാണ് കാണുന്നത്. പുതിയ ലോങ് പൊസിഷൻസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്റ്റേജിൽ ഒഴിവാക്കുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 740 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സിജു എന്ന പ്രേക്ഷകൻ ഈസ്മൈ ട്രിപ്പുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 15% ഇടിവിലായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈസ്മൈ ട്രിപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈസ്മൈ ട്രിപ്പില് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് കുറെ കൂടെ സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം. ബിന്ദു എന്ന പ്രേക്ഷക സുസ്ലോൺ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1% ഇടിവിലായിരുന്നു സുസ്ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് ഒരു 10 ദിവസം മുൻപായിരുന്നു നമുക്കൊരു പുതിയ 52 വീക്ക് ഹൈ നൽകിയത് 86 രൂപയിൽ. ആ ഒരു ലെവലിലാണ് ഇപ്പൊ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറ്റ് ദിസ് ഹൈ ലെവൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. 86 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 77 രൂപ 50 പൈസയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മറ്റൊരു പ്രേക്ഷകൻ ലൈഫ് ഇൻഷുറൻസ് LICയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു LIC ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമീർ എന്ന പ്രേക്ഷകനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. LICയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? LICയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 978 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. 1085 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കും. മറ്റൊരു പ്രേക്ഷകൻ ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉജ്ജീവനിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ നേരത്തെ ഇന്ന് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിമിലർ പാറ്റേൺ നമുക്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഉജ്ജീവന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 45 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 49 രൂപയിലായിരിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 40 രൂപ 50 പൈസയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ഒന്നിലധികം പ്രേക്ഷകർ NTPCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. NTPCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? NTPCയുടെ കേസിൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ആദ്യത്തെ 440, 450, 460. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.